സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂസമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്രോതരെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ എതിരാളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ആരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണ്. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവായ ദൈവങ്ങളുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസനായ പോസ്റ്റിനെ അങ്ങയുടെ അജനത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവെ എന്ന് അങ്ങേ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ കൂദാശയോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കാട്ടറിവ് തേടി നടക്കുന്ന മാൻപേടിയും പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു. മാൻപേടെ പോലെ ഞാൻ അങ്ങേ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിനെ ആഗ്രഹപ്പെടുന്നു? നീ എന്തിനെ വിഷാദിച്ചു വരുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുൾ ചെയ്ത കർത്താവേ, അങ്ങയുടെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനായ അവസ്ഥയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് അങ്ങയുടെ പാപകരങ്ങൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. അങ്ങയുടെ ഭൗതിക ശരീരത്തിൽ അപരയമായിത്തീരുന്ന ഈ ദാസൻ ഭൂദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാനിടയാക്കണമേ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ ആഗ്രഹിക്കുന്നുവോ? പാപവും മാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? യേശുമിശിഹായ നിന്റെ രക്ഷകനായി നീ സ്വീകരിക്കുന്നു. ഈ അഭിഷേകത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ ഓസ്റ്റിൻ മുദ്രിതനായിരിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവം നൽകിയിട്ടുള്ളതെന്ന് നാളുകളിൽ പ്രകാശിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സകലത്തെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മകനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, സത്യമായ ഞങ്ങളുടെ ശരീരങ്ങൾ അർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലനം
എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ. വിശുദ്ധരെ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും മറ്റതുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ദുരിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സഹോദരനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളതാണ് ആണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്. വാഗ്ദാനം അനുസരിച്ച് അവകാശങ്ങളുമാണ്. ഇരുളെല്ലാം നീക്കിടുവാൻ അവദാനം ചെയ്തവനേ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമായ സുവിശേഷം കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 3:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടനെ യേശു വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്നെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരവും സ്വർഗത്തിൽ നിന്നും കേട്ടു. നമ്മളിപ്പോൾ ഹോസ്റ്റലിന് മാമോദീസം നൽകുവാനായിട്ട് വന്നപ്പോൾ വായിച്ച സുവിശേഷ ഭാഗ്യം എന്ന് പറയുന്നത് ഈശോയുടെ മാമോദീസ സമയമാണ്. ഈശോ മാമോദീസം സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും പിതാവിൻ്റെ സ്വരം കേൾക്കുന്നു. അതുപോലെ പരിശുദ്ധാത്മാവ് എഴുതി വരുന്നു. അതിൻ്റെ പിതാവ് പറയുകയാണ്, ഇവനെൻ്റെ പ്രിയപുത്രനാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഓരോ മാമോദീസം നടക്കുന്നതും സംഭവിക്കുന്നത്. നമ്മളൊക്കെ ദൈവം നമ്മുടെ മനസ്സിലെ പാപക്കറകളൊക്കെ കഴുകി പാപം ചെയ്യുവാനുള്ള പ്രവണതയാണ് ആദിപാപം എന്ന് പറയുന്നത്. അപ്പോൾ ആ പാപങ്ങളൊക്കെ കഴുകി നമ്മളെ ദൈവത്തോട് ചേർത്ത് ദൈവം നമ്മളെ സ്വന്തം മക്കളായിട്ട് സ്വീകരിക്കുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ മാമോദീസം നൽകുമ്പോൾ ഒരു മാമോദീസം നൽകുക മാത്രമല്ല, മറിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് മാതാപിതാക്കളുടെയും അതുപോലെ തലപ്പെട്ടപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ കർത്തവ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ കർത്തവ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങൾ എന്നാണ് നമുക്കറിയാം. തീർച്ചയായിട്ടും വളരെ ബിസിയായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് നമുക്കുള്ളത്. ജോലിയും തിരക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആത്മീയമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുക. ആത്മീയമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുക എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ വീട്ടിലെ പ്രാർത്ഥനകൾ, ബൈബിൾ വായനകൾ ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ വിശ്വാസത്തിൽ വളരുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ബൈബിളിലെ
ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും നിർവഹിക്കുവാനായിട്ടുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് പോസ്റ്റിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് നമ്മുടെ വിശ്വാസം പ്രഘോഷണം ചെയ്യാം. പേജ് നമ്പർ 25. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം ആദിജാതനും യുവക്കെല്ലാം മുമ്പ് പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യതയുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യവുമാവുന്നു. അവിടുന്ന് വഴി നിസ്സാരം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ വിനയാവർത്തിക്കുന്ന ശരീരം സ്വീകരിച്ച് പിലാത്തോസിന്റെ കാലത്ത് വിടകൾ സഹിക്കുകയും സ്ലീഹായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സഹോദര്യവുമായ വിശ്വസിക്കുന്നു. സഹോദരരെ, ദൈവിക നൽകുന്ന പരിശുദ്ധമാമോദീസയുടെ പരിഗണന നൽകുന്നതായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിക്കേണ്ടതെയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങനെ സഭയിൽ പുരോഗതി ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകലത്തിന്റെയും പൂർത്തീകരിക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനെ മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകാൻ സ്നേഹമായി നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂദാശയിതാവിൽ പരിക്രമം ചെയ്യുവാൻ നീ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥാനിക്കും ആമേൻ. നമ്മുടെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് വരട്ടെ. സകലയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിച്ചവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവശ്യക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസയുടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയതരമായ തീരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹോസ്റ്റിൻ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹോസ്റ്റിൽ മാമോദീസ മുക്കപ്പെടുന്നു. ആമേൻ.
നമ്മുടെ കർത്താവ് യേശു മിശിഹ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിൽ അങ്ങയുടെ ആത്മാവിനാൽ ഇവിടെ വയ്ക്കണമേ. ക്രിസ്ത്യ ജീവിതം പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ ഇവൻ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മയിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഇവൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷികളായി ജീവിച്ച് മരണശേഷം സൗഭാഗ്യമണിയുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷികളായി ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിയിടും ചന്തമേറുന്ന ദീപമേ. രഘുവാത്മാവിലാശ വീശുന്ന മോഹനകാലമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയാൽ കാർമികൻ ഈ ദാസനെ മുദ്രിതനാക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്നേഹന്മാരുടെ പരിശുദ്ധാത്മാവിനെ അയച്ച്
അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ത്രീമാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം സഭയിൽ വശിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് എന്റെ വിധാനം അങ്ങയുടെ ദാസനായ വശന് നൽകുന്നതിന് കഴിവിനായ യോഗ്യനാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. മാമോദീസായുടെ പൊതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ പരിശുദ്ധാത്മ സ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്തദാസനുമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും സൗമ്യതയും ആത്മസമനവും ഇവനിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസനിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിച്ച ഹോസ്റ്റ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവിതായമായാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാപൂർണ്ണതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ദർശിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യ പരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവനെ ഇടയാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദാസൻ ആത്മീയദാനത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി ഓസ്റ്റിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ആമേൻ. മാമോദീസ വഴി ദൈവപുത്രനായി തീർന്ന ഈ ശിശുവിനോട് കൂടി നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ ഈശോയുടെ രക്തത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശദീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ വാഗ്ദാനം ഈ ദാസനെ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അവകാശിയും പരിശുദ്ധാത്മാവിന്റെ പാപത്താൽ സമ്പന്നയുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പരിശുദ്ധന്റെയും യോസേഫിന്റെയും വിശുദ്ധ സ്ത്രീമാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും സാക്ഷികളുടെയും സകലസ്ഥരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസിന്റെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ നാമത്തിന് കാരണബോധനായ വിശുദ്ധന്റെ ജീവിത മാതൃക ഇവനെ വഴികാട്ടിയാവുകയും ചെയ്യട്ടെ. മാമോദീസായുടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയതയും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്തനായി ജീവിക്കുവാൻ അവിടെ നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിനും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ദീർഘപേക്ഷനായി തീരട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സൗഭാഗ്യത്തിനെ അവകാശയാക്കുകയും വരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവർ നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കളുടെ ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യനാക്കട്ടെ. ഈ തിരുക്രമങ്ങൾക്ക് പങ്കുകൊണ്ട എല്ലാവരെയും ദൈവസമയമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.